നമുക്ക് കിട്ടിയിരിക്കുന്ന ഐറ്റം കണ്ടോ? ഞാനിവിടെ കൈ മുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം കൃത്യമായിട്ട് മനസ്സിലാകും. എൻ്റെ കൈയായിട്ട് അവൻ്റെ സൈസ് നോക്ക്. നമുക്ക് അവനങ്ങ് പൊക്കാവേ. ഇവിടെ വട കുട്ടാ, വട വട മോനെ. കണ്ട കണ്ട കണ്ട. അപ്പോൾ ക്യാമ്പ് സെറ്റേഴ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുഷി ഗ്രില്ലടിക്കാം. മുഷി ഇതുവരെ ഞാൻ അടിച്ച് നോക്കിയിട്ടില്ല. എന്തായാലും സംഭവം വെറൈറ്റി ആവാൻ സാധ്യതയുണ്ട്. ഇത് ചെറിയൊരു ജാറെടുത്തിട്ട് അതിനകത്തേക്ക് ആദ്യം വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചക്കാന്താരി, പിന്നെ കുറച്ച് നീലക്കാന്താരി, പിന്നെ ഒരു പീസ് ഇഞ്ചി, പിന്നെ 3 തണ്ട് കറിവേപ്പില, കുറച്ച് ചുവന്നുള്ളി, ഗ്ലാമറിന് വേണ്ടിയിട്ടൊരു ശകലം മുളക് പൊടി, അധികം ആവരുത്, ശകലം ഉപ്പ്, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഏറ്റവും അവസാനം പറിച്ചെടുത്ത പച്ചനാരങ്ങ വെച്ചിട്ട് പിഴിഞ്ഞങ്ങ് ഒഴിക്കണം. അത് 2 തൊണ്ടും പിഴിഞ്ഞൊഴിക്കുക. ഇതിന് വലിയ പരിചയമില്ലാത്തൊരു സാധനം, നല്ല തേങ്ങ. അടപ്പ് നന്നായി അടച്ചതിന് ശേഷം മിക്സി വെച്ച് ഇതാണ് നമ്മുടെ മസാല. വലിയ കളർ ഉണ്ടാവില്ല. മസാല ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് രുചിന്ന്. നല്ല എരിവ. ഇപ്പോൾ നമ്മുടെ മുഷി നല്ല പൊളിച്ച് മിടുക്കനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവനെ വരയിടാം. മീൻ വരയിടുമ്പം ഒത്തിരി ആഴത്തിലോട്ട് വര പോകാതെ ശ്രദ്ധിക്കണം. കാര്യം മീൻ വിട്ടുപോകും. ഇറച്ചി നേരെ എതിർ സൈഡിലേക്കും വരയിട്ട് കൊടുക്കുക. രണ്ടാമത്തെ മുഷി വെറൈറ്റി ഗ്രിൽഡ് മസാല തേച്ച് കൊടുക്കാം. ഒരു വെളുത്തുള്ളി അരയാതുണ്ടല്ലോ, അകത്തോട്ട് വെച്ച് ഇനി നമ്മുടെ ഗ്രില്ലിലേക്ക് ഇങ്ങനെ അങ്ങ് സൈസ് നോക്കി വെക്കാം. വലിപ്പത്തിനനുസരിച്ച് വേണം വെക്കാൻ. ഇവനെ നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. നമ്മളെല്ലാ തവണ ചെയ്യുന്നത് പോലെയും ഒരു ഗ്രില്ല് വെച്ചു, ഐറ്റം വെച്ചു, അതിന് ശേഷം രണ്ടാമത്തെ ഗ്രില്ലെടുത്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കെട്ടി ഉറപ്പിക്കും. ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് തിരിച്ചെഴുതിലും മറിച്ചിട്ട്. ചെറിയ കമ്പി പീസ് വെച്ചിട്ട് കെട്ടണം. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് 2 കമ്പി വെച്ച് കെട്ടി സെറ്റാക്കി. അതായത് എങ്ങനെ എടുത്തെറിഞ്ഞാൽ പോലും മീൻ താഴെ പോകാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മുടെ അജിപ്പാനോടെ ഇത് ഗ്രില്ല് റെഡി ആക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് അങ്ങോട്ട് പോകാം. ബാ. നമ്മുടെ ഓവൻ ഉള്ളിൽ വെച്ചിട്ടാണ് ഇന്ന് നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഓവൻ ബ്രെഡിന് വേണ്ടിയിട്ട് റെഡിയായി കിട്ടുകയും ചെയ്യും, നമ്മുടെ ഗ്രില്ലിങ് നടക്കും. ഒരു വെടിക്ക് 1.5 പക്ഷി. ഇപ്പോൾ നമ്മുടെ കനലുകൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. മൊത്തം ഒന്ന് കത്തി ഫയർ നിന്നതിന് ശേഷം നമുക്ക് സംഭവം എടുത്ത് അതിലോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ കനൽ റെഡി ആയിട്ടുണ്ട്. മീൻ ഇപ്പോൾ ഒരു മണിക്കൂർ അടുത്ത് മസാല തേച്ചിരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 കമ്പ് സപ്പോർട്ടിന് വെച്ചിട്ട് ഇതിനെ മേലോട്ട് വെച്ച് കൊടുക്കാം, തിരിച്ച് വെക്കാം. ഇനി ഏതൊക്കെ ഭാഗത്താണ് ചൂട് കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ, കമ്പില്ലാതിരിക്കുമല്ലോ, കമ്പില്ലാതിരിക്കും. ഏതൊക്കെ ഭാഗത്താണ് ചൂട് കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലോട്ട് നമുക്ക് കനൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം.
മീനിൻ്റെ ഷേപ്പിൽ താഴെ കനൽ സെറ്റ് ചെയ്തു. ഇപ്പോൾ കറക്റ്റായിട്ട് ആ മീൻ എവിടെ ആവശ്യമുണ്ടോ അങ്ങോട്ട് കിട്ടിക്കും. ഭാഗം നമ്മൾ കഴിക്കുന്നില്ല കേട്ടോ, അത് മുഷിയുടെ തലയ്ക്കകത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഭാഗം ഇവിടെ മുട്ടിയിട്ടും പ്രത്യേകിച്ച് നമ്മൾ അത് മാറ്റാതിരുന്നത്. ഇത് തല നമ്മൾ കഴിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മുഷു ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയിൽ നമുക്ക് മറിക്കാം. അടിപൊളി, എന്താ സ്മെല്ല്! നമുക്ക് ശകല് എണ്ണ ഇങ്ങനെ മേളിൽ കൂടെ ഇറ്റിച്ചു കൊടുക്കാം. എണ്ണ ഉപയോഗിക്കുന്നതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഗ്രില്ലിൽ നിന്ന് ഇത് വിട്ട് വരാൻ വേണ്ടിയിട്ടും, രണ്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. വടാ ആ മുറിച്ച പാടിനകത്തത് കാണുമ്പം പിന്നെ സ്മെല്ല് എൻ്റെ സാറേ. ഇത് നമുക്കിവനെ ഒന്നുകൂടെ ഒന്ന് മറിച്ചിടാം. കമ്പി നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇവിടെ ഇത് മറിക്കുമ്പോൾ കിട്ടുന്ന സ്മെല്ല്, നമുക്ക് ഈ മീൻ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ട് നല്ലൊരു ചിരട്ട, വൃത്തിയുള്ള ചിരട്ട എടുത്തോണം. ചിരട്ടയിലേക്ക് ഇങ്ങനെ ഇടുന്നു. കുറച്ച് കുരുമുളക് പൊടി അങ്ങ് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ ഒരു ശകല ഉപ്പ്, അധികമാകരുത്. നന്നായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യണം. നമ്മൾ ഒഴിക്കുന്നൊന്നുമില്ല, ഇതിൽ മുക്കി മുക്കി ആവശ്യമുള്ളവർക്ക് കഴിക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. ഇനി ഇതിൻ്റെ വേവ് ഞാൻ കുത്തി കാണിച്ചു തരാം എത്രമാത്രം ആയിട്ടുണ്ടെന്ന്. കണ്ടോ കണ്ടോ, ഇത്ര സോഫ്റ്റാണ്. സാധാരണ നമ്മുടെ കടൽ മീൻ ഗ്രില്ലടിച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി കട്ടിയാകും, പക്ഷേ ഇത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ മുഷി ഗ്രിൽഡ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് ജുനൈദ്, വയനാട്ടിലെ പുതുശ്ശേരിയിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഇന്നലെ നമ്മൾ ലൈവ് ഇട്ടിട്ട് നമ്മുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ വേണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്ത് വന്നിരിക്കുന്നതാണ്. എടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് തന്നെ നമുക്ക് കൊടുത്തേക്കാം. ഇതിങ്ങനെ പൊക്കുമ്പോൾ കണ്ടോ, വിഷ്വൽ കണ്ടോ, ജുനൈദിൻ്റെ കയ്യിലോട്ട് തന്നെ നമുക്ക് കൊടുക്കാം. ഞാൻ അപ്പുറം വരാം. ഇതാണ് ഇതിൻ്റെ സോസ്. നമ്മുടെ ഗസ്റ്റിൻ്റെ മുന്നിൽ നമ്മൾ തുറന്ന് വെച്ചിട്ട്, നിങ്ങളും നമ്മുടെ ഗസ്റ്റ് ആയതുകൊണ്ട് ഒന്ന് എടുത്തൊന്ന് കാണിക്കുന്നതായിട്ടുണ്ട്. കണ്ടോ, ഇത്രയ്ക്ക് സോഫ്റ്റാണ് സംഭവം. ഇത് കണ്ടോ. ഇനി ഞങ്ങളൊന്ന് കഴിച്ചിട്ട് പറയാം എങ്ങനെയാണ്. ഇതിൻ്റെ സോസാണ്. കഴിക്കോ, കഴിക്കേ. ഈ ഇവിടെ അങ്ങ് എടുത്തോ. ഇത്ര സോഫ്റ്റാണ് സംഭവം. മുക്കണമെന്നില്ല, മുക്കാതെ ആദ്യം കഴിച്ചിട്ട് രണ്ടാമത് നമുക്ക് കഴിക്കാം. വേറെ ലെവല് സാധനമാണ്. പറവറോ എങ്ങനെയുണ്ടെന്ന്? അടിപൊളി സോഫ്റ്റാണ്, മസാലയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ബ്രോയ്ക്ക് ആദ്യം ജുനൈദ് ബ്രോയ്ക്ക് വന്നതുകൊണ്ട് ഭയങ്കര ടെൻഷനുണ്ട്. കൈയൊക്കെ നല്ല വിറവലാണ്. ആദ്യം ക്യാമറയുടെ മുന്നിൽ ഇരിക്കുന്നതിൻ്റെ ആയിട്ടുള്ള എല്ലാവിധ വിറവലുകളും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും ഞങ്ങൾ അടിപൊളി രുചിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. അതെ, ഇത് കാണിച്ചു തരാം. ഇത്രയും സോഫ്റ്റാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. വേറെ ലെവൽ സാധനം. സാധാരണ മുഷി എന്ന് പറഞ്ഞാൽ നമ്മൾ അവോയ്ഡ് ചെയ്തിരുന്ന ഒരു മൂന്നാം കുടിയിലെ സന്തതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ കാന്താരി അരച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, സംഭവം വേറെ ലെവലാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ജുനൈദ് ബ്രോ ഇവിടെ വന്നതുപോലെ നിങ്ങൾക്ക് നമ്മളോട് കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ പേജിൽ കൊടുത്തിട്ടുണ്ട്.
അതിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇവിടെ വരാൻ പറ്റുന്നവർക്ക് നമ്മുടെ കൂടെ വരാം, ഒരു ദിവസം കുക്കിങ്ങിൽ കൂടാം, ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ഇതുപോലെ നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് വരാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുക. ഒരു ഔട്ട്റോ പറഞ്ഞേരെ, ചുമ്മാ ഇങ്ങനെ കാണിച്ചു. അടിപൊളി. ഓക്കെ, ബൈ ബൈ.